നമുക്ക് അഡീഷനിലെയും സബ്ട്രാക്ഷനിലെയും ഈ പ്രോബ്ലംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ -5 പ്ലസ് -3. എന്താ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്? നെഗറ്റീവ് നമ്പർ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. 5 + 3 എത്ര വരും? 8. നെഗറ്റീവ് സൈൻ -8. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നെഗറ്റീവ് നമ്പർ -6, 3 പോസിറ്റീവ്. അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു അല്ലേ? വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുക, 3 ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ഇവിടെ ഹയസ്റ്റ് നമ്പർ 6 ആണ്. 6ൻ്റെ സൈൻ എത്രയാണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് ആൻസർ -3 ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷനായിട്ട് കൊടുക്കാം. 6 + -3 എന്ത് വരും? ഡിഫറൻസ് എടുക്കുക, ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമായി, അതുകൊണ്ടാണ് 3 വന്നു. ഹയസ്റ്റ് നമ്പർ 6 ആണ്, സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ആൻസർ 3 തന്നെയായി. ഇനി 1 + 4 എത്രയാണ്? 5 ആണ്. രണ്ടും പോസിറ്റീവ് ആണെന്നുള്ള കേസ് അല്ലേ? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസിലേക്ക് പോകാം. -5 -3 ഇങ്ങനെ വരുന്ന കേസിൽ രണ്ടും നെഗറ്റീവ് ആണ് അല്ലേ? ഇവിടെ നെഗറ്റീവ് നമ്പറാണ്, ഇവിടെയും നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്താ? ഡിഫറൻസ് എടുക്കുക, ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ഡിഫറൻസ് എത്രയാണ്? 2. ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ -5 ആണ് ഹയസ്റ്റ്. 5 ആണ് ഹയസ്റ്റ്, അതിൻ്റെ സൈൻ മൈനസ്, അങ്ങനെ -2. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. -3 ആണോ -5 ആണോ വലുത്? വലുത് -3 ആണ്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹോൾ നമ്പേഴ്സിനെയാണ്. നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പർ കമ്പയർ ചെയ്യുമ്പോൾ 5 ആണ് വരുന്നത്. അതുകൊണ്ട് 5ൻ്റെ സൈൻ കൊടുത്തു, നെഗറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് -6 -3. വെറും 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് 3 എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9. നെഗറ്റീവ് സൈൻ കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, 1 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പോസിറ്റീവ്, ഇവിടെ +4 എന്നാണ് ചെയ്യുന്നത്. +4നോടാണ് മൈനസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിഫറൻസ് എടുക്കുക. 4നോട് ചേർന്നാൽ നെഗറ്റീവ് വന്നതോടെ ഹയസ്റ്റ് നമ്പർ ഏതാണ്? 4 ആണ്. അതിനോടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്, നെഗറ്റീവ് -3. ക്ലിയർ ആണല്ലോ. തിരിച്ച് 4 - 1 എത്രയാണ്? 3 ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 2 പ്രോബ്ലംസ് തരാം. -7 - 2. Be